ശിവന്റെ കൂടെ ചേർന്ന് നീയൊക്കെ വലിയ ആളായിപ്പോയല്ലേ. ഒന്നൊന്നായി തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ശിവന്റെ കൂടെയുള്ള എല്ലാവർക്കും ഇതാണ് ഗതി. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. ഒരുത്തരും രക്ഷപ്പെടരുത്. ആ മുന്നേ എവിടെ? சிரிக்கும் நிலத்தில் தித்திக்கும் நினைப்பை விதைக்கும் பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பூமேடை வாசல் பொங்கும் தேனாக. ഇടയിൽ അങ്ങനെ എന്തിനാ? ഇവന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ എപ്പോ നോക്കിയാലും തമിഴ് പാട്ട് പാടിക്കൊല്ല. ഈ കള്ളം പാണ്ടിയെ ഉടനെ ഇവിടുന്ന് പറഞ്ഞേക്ക്. ഞാൻ പാണ്ടിയാ? അല്ലെങ്കിൽ വായ അടിച്ചവിടെ മിണ്ടാതിരിക്കാൻ പറ. ഞാനല്ലടി പാണ്ടി, നിന്റെ തന്തയാ പാണ്ടി. നിന്റെ അപ്പനാ തണ്ടി. ഓടി കള്ള കൊരങ്ങത്തി. വെറുതെ വിട്ടെന്ന് വെച്ചാൽ അധികം കയറി അങ്ങ് വിളയല്ലേ. കൊന്നു കൊഴിച്ചു മൂടും ഞാൻ. ഇത് വല്ലാത്തൊരടിയായി പോയി. നീ പോ മോളെ. കുഴപ്പമില്ല ഡാർലിംഗ്, എന്നെ അടിച്ചാൽ എനിക്ക് ഒരു ഫീലിംഗും ഇല്ല. വെറുതെ വിഷമിക്കാതെ. വിഷമം നിന്നെ അടിച്ചതുകൊണ്ടല്ലടാ. ഇന്ന് എന്റെ പെങ്ങൾ എന്നെ ആദ്യമായിട്ട് ഏട്ടാന്ന് വിളിച്ചത്. ഈ വിളിയൊന്ന് കേൾക്കാൻ ഞാൻ എത്ര കാലമായി കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ശരി, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാ. എവിടെയാ? അണ്ടർഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞില്ലേ? ചുമ്മാ ഫോൺ ചെയ്യാതെ വൈകടേ. കഴിവരുടെ മച്ചേ പറ ഡാർലിംഗ്. സത്യമാണോടാ? ആരെ കാണാനാ? ചിന്നുവിനെ കാണാൻ വന്നതാ. വെയിറ്റ്. ഹായ് സജി. നീ പറഞ്ഞ പോലെ ഞാൻ പേപ്പറിൽ പരസ്യം കൊടുത്തു. മുന്ന നീ എവിടെ ഉണ്ടെങ്കിലും വരണം, ചിന്നു കാത്തിരിക്കുകയാണ്. താങ്ക് യു സജി. എന്റെ മുന്നേ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിരിക്കുക. അല്ല, മുന്നയുടെ ഏതെങ്കിലും ഫോട്ടോ സജിയുടെ കയ്യിലുണ്ടോ? ഫോട്ടോ എന്ന് ചോദിച്ചാ ഫോട്ടോ എടുത്തായിരുന്നു, പക്ഷെ പ്രിന്റ് തന്നില്ല. ശരി, അടുത്തത് എന്താ പരിപാടി? എന്റെ അടുത്ത് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. വാ പറയാം, വാ. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മുന്ന ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഒരു നോക്ക് കാണുവാൻ വേണ്ടി നമ്മുടെ റേഡിയോ മിർച്ചിയിൽ എത്തിയിരിക്കുന്നു മുന്നയുടെ ഹൃദയം കവർന്ന ചിന്നു, അവന്റെ സുഹൃത്ത് സജി. അളിയ മുന്ന, നീ എവിടെയാടാ ഉള്ളേ? നിന്റെ ഫ്രണ്ട് സയ്യാടാ. നീ എവിടെ ഉണ്ടെങ്കിലും റേഡിയോ മിർച്ചിയിലോട്ട് വാടേ. ഇനി നീ പേടിക്കേണ്ട കാര്യമില്ലടാ. ചിന്നു എന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. എടാ, നീ എന്തെങ്കിലും ചിന്നുവിന്റെ അടുത്ത് പറയടേ. മുന്ന, where are you? ഇന്നെന്റെ വിവാഹ ദിവസമാണ്. ഇതുപോലൊരു ദിവസമാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടി അമ്പലത്തിൽ പോയത്. അവളുടെ ഏട്ടത്ത് ഞാൻ കാരണമാണ് മരിച്ചതെന്ന് കരുതി എൻ്റെ പെങ്ങൾക്ക് ഇപ്പോഴും എന്നോട് തിരിച്ചു. ആ മുന്ന അവനെങ്ങനെ ഇവിടെ വന്ന? അതാ എനിക്ക് മനസ്സിലാവാത്ത. നാറി
ആ മഹാദേവന്റെ മക്കൾ വെളി വന്ന കാര്യം എന്നോട് എന്താടാ പറയാറുന്നത്? എന്താടാ പറയാറുന്നെന്ന്? ഏയ് എന്താ ഡാർലിംഗ്? വിട് വിട്. ഡാ പോടാ. മുന്നേ ശിവാനന്ദന്റെ ആളായി തീർന്നു അല്ലേ? അതെ. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ശിവന്റെ കഥ കഴിക്കായിരുന്നു. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അവനോട് തന്നെ ഫോൺ ചെയ്ത് ചോദിക്ക്. ചെയ്യുന്നോണ്ട് എന്താ പ്രയോജനം? എപ്പോ ഫോൺ ചെയ്താലും അണ്ടർഗ്രൗണ്ട് എന്നല്ലേ പറയുന്നേ. അവൻ നമുക്ക് തന്നെ കുഴിവിട്ടെന്ന് ആരറിഞ്ഞു? കോടി രൂപ ചെലവ് ചെയ്ത് നല്ലൊരു ബോഡി ഗാർഡിനെ നമ്മൾ തന്നെ ശിവാനന്ദനെ നിയമിച്ചു കൊടുത്തതുപോലെയുണ്ട്. ഒരുപാട് പേരുടെ വിശ്വാസവഞ്ചന ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശത്രുവിനോട് വേണമെങ്കിൽ ക്ഷമിക്കാം, വിശ്വാസവഞ്ചന കാണിച്ചവനെ വിടാൻ പാടില്ല. മഹാദേവനോട് പറഞ്ഞേക്ക്, എവിടെ വെച്ചാണോ ഞാൻ അവനെ കാണുന്നത് അവിടെ വെച്ച് തന്നെ അവന്റെ കഥ ഞാൻ കഴിക്കുമെന്നോ. നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അറിയാം. ഇപ്പൊ എന്ത് പറ്റി? എന്റെ ചേട്ടനെ രക്ഷിച്ചതുകൊണ്ട് ഇപ്പൊ എന്തോ എനിക്ക് ഇഷ്ടം തോന്നുന്നു. താങ്ക് യു സോ മച്ച്. നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ശരി പറ. തെറി പറയരുത്. കാര്യം എന്താന്ന് വെച്ചാ അതങ്ങ് പറ. ഐ ലവ് യു. ഞാൻ ഉന്നെ കാതലിക്കറേ. എന്തെങ്കിലും ഒന്ന് പറ. ഒന്ന് പറയടി. ഞാൻ നല്ല മൂഡിലായതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല. മനസ്സിലായോടോ തെണ്ടി? നിന്റെ കാല് രണ്ടും വലിച്ചു കയറി അടുപ്പിലിട്ട്. നീ അടുത്ത ജന്മത്തിലും കുരങ്ങനായിട്ട് തന്നെ ജനിക്കും. കൊച്ചു കഴിവേറി ഇങ്ങോട്ട് വാടാ. നിങ്ങളായിരുന്നു. നീ എവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. പതുക്കെ അവളെടുത്ത് ഐ ലവ് യു പറയാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. എന്റെ പെങ്ങള് നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? പറയടാ. വെട്ടി നോർക്കും. എന്താ പറഞ്ഞേ? നിങ്ങൾ ചോദിച്ചോണ്ട് പറയാ. അവൾ ഐ ലവ് യു എന്ന് പറഞ്ഞ അപ്പ അവളെ ഞാൻ വെട്ടി നോർക്കും. അവള് മുന്നയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവളാ. മുന്നയുടെ മാത്രം പെണ്ണ അവള്. ഇടയ്ക്ക് വന്ന എന്നെ പോലത്തെ ഒരു തെണ്ടിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ അവളെ വെട്ടണോ വേണ്ടേ? ഐ ആം ഫുള്ളി കൺവിൻസ്ഡ്. നീ പറഞ്ഞത് 100% കറക്റ്റ്. വെട്ടിത്തുണ്ടമാക്കാം. നിന്റെ ഈ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.